ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്രോയിങ് വിത്ത് ലൈനിങ് എന്ന സംഭവമാണ്. അത് നമ്മുടെ സഹപാഠിയും സുഹൃത്തും നാട്ടുകാരനുമായിട്ടുള്ള ഷാനു സാറിനെയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഷാനു സാറ് നമ്മുടെ അല്ലമി സ്കൂളിലെ ഡ്രോയിങ് സാറാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പം ഷാനു സാറിന്റെ ഡ്രോയിങ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കല്ല്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഷാനു സാറിനെ പരിചയപ്പെടുത്താം. വാ. നമസ്കാരം സാറേ. നമസ്കാരം. പേരെന്തുവായിരുന്നു? ഷാനു, മുഹമ്മദ് ഷാനു. ഇപ്പൊ എവിടെ ജോലി? ഞാൻ അല്ലമി പബ്ലിക് സ്കൂളില് ചിത്രകല അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. എത്രാം ക്ലാസ് വരെ? 1 മുതൽ 10 വരെ ഉണ്ട്. 10 വരെ ഉണ്ട്. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ജോലി? ഇതിനു മുമ്പ് ഞാൻ ശബരിഗിരിയിലായിരുന്നു. വീട് നമ്മുടെ ഇടത്തറ തന്നെ. അതെ. എന്റെ സുഹൃത്ത് കൂടിയാണ്. പല പ്രാവശ്യവും നമുക്കിത് ചെയ്യണമെന്ന് പറയുമ്പോഴും ക്ലാസ് കാര്യങ്ങളൊക്കെ കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒരു അവസരം കിട്ടിയാണ്. പിന്നെ ചെയ്യുന്നുണ്ടോ? ഇത് വരച്ച് ആൾക്കാർ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളല്ലാതെ പിന്നെ ഡ്രോയിങ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിലുണ്ട്, പിന്നെ പുറത്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഡ്രോയിങ് വിത്ത് ലൈൻ ഷെയ്ഡിങ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഫിഗർ ചെയ്തിട്ട് അതിന്റെ ലൈൻ ഷെയ്ഡിങ് കൂടെയാണ് കാണിച്ചു തരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചിത്രകലാ രീതിയാണ്. ഇപ്പൊ എന്നെ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റൂല, ചെയ്യാൻ പറ്റും. ഇന്ന് അത് ചെയ്യുന്നില്ല, വേറെ ചെറിയ ഡ്രോയിങ് ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കും. ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. വാട്ടർ പെയിന്റിംഗ് ഉണ്ടോ? വാട്ടർ കളറിങ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇത് എവിടെ പോയി പഠിച്ചത്? ആക്ച്വലി ഞാനിത് പഠിച്ചത് കൊട്ടാരക്കര ആചാര്യവർമ്മ ഫൈൻ ആർട്സ് കോളേജ്, പിന്നീട് മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജ്, പിന്നെ മൾട്ടിമീഡിയ അനിമേഷൻ എറണാകുളത്താണ് പഠിച്ചത്. അതെ. പിന്നെ നമ്മൾ ഈ ഫീൽഡ് ഇങ്ങനെ തിരിഞ്ഞ് ഇതിലേക്ക് അങ്ങ് പോയതാണ്. അനിമേഷൻ ഓൾറെഡി നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വർക്കൊക്കെ എനിക്ക് വരുന്ന അനുസരിച്ച് ചെയ്യുന്ന ടൈം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിലെ ജോലിക്ക് ജോയിൻ ചെയ്ത് എവിടെയായിരുന്നു? ഏത് സ്കൂളിലായിരുന്നു? ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ശബരിഗിരിയിലാണ്. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 7 വർഷക്കാലത്തോളം വർക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം എനിക്ക് പോയി വരുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മുടെ വീട്ടിനടുത്ത് ഇവിടെ കിട്ടിയപ്പോഴും ഇങ്ങോട്ട് പിന്നെ കയറുകയായിരുന്നു ജോലിക്ക്. എല്ലാ ദിവസവും പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? എല്ലാ ദിവസവും ഓൾറെഡി ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ പുറത്ത് ക്ലാസ് ഉണ്ട്, പല ഇടങ്ങളിലായി. പട്ടാഴിയിലൊക്കെ ക്ലാസ് ഉണ്ട്, ഹോം ട്യൂഷൻസ് ഉണ്ട്. ഉണ്ട്. ഗാന്ധി ഭവനിലുണ്ടല്ലേ? ഗാന്ധി ഭവൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടില് ആരെങ്കിലും പഠിക്കാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാല് വീട്ടിൽ എടുക്കുമോ അതോ? തീർച്ചയായിട്ടും ചെയ്യും. നമ്മുടെ വീട്ടിലും വെച്ച് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം അവിടെയാണ് സൗകര്യമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി പഠിപ്പിക്കും. ഇത് പഠിക്കണമെങ്കിൽ എത്ര മാസം, വർഷം അങ്ങനെ വല്ലതും ഉണ്ട്? ഇപ്പൊ ഇത് പിന്നെ ഡിഗ്രി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, 3 വർഷമാണ്. KGC ഫൈൻ ആർട്സ് എന്ന് പറയും. അതിപ്പോ നമ്മുടെ നിലവിൽ ഇപ്പോൾ അടുത്തുള്ളത് കൊട്ടാരക്കര രാജാരവിവർമ്മയിലുണ്ട്, പിന്നെ ഈ തൃപ്പൂണിത്തുറയുണ്ട്. ഡിപ്ലോമ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 20,000 ഒക്കെ വരും. BFA കോഴ്സ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇച്ചിരി കൂടെ വരും. അതിനകത്ത് എക്സാം കുറച്ചും കൂടി ടഫാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആനിമേഷൻ കോഴ്സ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരെ അതിലേക്ക് തിരിഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ അതല്ല ചിത്രകല അധ്യാപനം അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോഴേ ഇങ്ങനെ ഡിപ്ലോമ കോഴ്സിന് പോകത്തുള്ളൂ.
ഇത് ഓട്ടോറിക്ഷയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോറിക്ഷ. അതെ അതെ. ഓട്ടോറിക്ഷ നമ്മള് ഇങ്ങനെ സ്ട്രോക്സ് ഉണ്ട്, ലൈൻസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അത് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് ഡ്രോയിങ് ആണിത്. മെത്തേഡ് ഓഫ് ഡ്രോയിങ് ആണല്ലേ. ക്ലിയറല്ലേ? ഇനി അടുത്ത കുറച്ച് പോർഷൻ കൂടി ഉണ്ട്, കഴിഞ്ഞില്ല. ഇല്ല, കുറച്ചും കൂടി ഉണ്ട്, കഴിയാറാവുന്നത്. പല കളർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ എടുക്കും. പല കളർ അല്ല, നമ്മള് ആക്ച്വലി ലൈൻ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ഒറ്റ കളർ. നിങ്ങളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പത്രത്തിലൊക്കെ ഇവർ ഈ അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ഈ ഹാസ്യ രീതിയിലൊക്കെ പിന്നെ പാർട്ടിക്കാരെ കുറിച്ചൊക്കെ കാണിക്കുമ്പോഴേ ചെയ്യുന്നതെല്ലാം കാർട്ടൂൺസ് ഒക്കെ ചെയ്യുമ്പോഴെല്ലാം മിക്കവാറും യൂസ് ചെയ്യുന്നത് ലൈൻ ഷെയ്ഡിങ് ആണ്. കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. അപ്പം കാണിക്കാം. ഇതാണ് വരച്ചു കഴിഞ്ഞത് ഓട്ടോറിക്ഷ. ഇനി അടുത്തത് വരയ്ക്കാം. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഷാരു സാറ് നമുക്ക് വേണ്ടി ഒന്ന് തവളയും ഒന്ന് ഓട്ടോറിക്ഷയും വരച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഡ്രോയിങ്ങിനെ പറ്റി പഠിക്കണമെങ്കിൽ ഷാരു സാറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കത്തില്ലേ? തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊടുക്കുക. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീക്കെൻഡിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവസരം ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി ചെലവഴിച്ചു. താങ്ക്സ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എന്റെ ഫ്രണ്ട് അജാസിനും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മൾ ഒന്നിച്ച് പഠിച്ചതൊക്കെയാ കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.